സ്പേസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രാണവായുവിൻ്റെ പറുദീസയിലേക്ക് നമുക്ക് പോകാം. വരൂ. കൊല്ലം ജില്ലയിൽ വെളിയത്തുള്ള തപോവൻ ഹാപ്പിനെസ് വാലിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മോർണിംഗ്. ഞാനിവിടെ വന്നപ്പോഴേ സാറേ ഒരു ഫങ്ഷൻ. എന്താണ് ഇവിടുത്തെ ഫങ്ഷൻ? ഇത് 3 പുതിയ പ്രോജക്റ്റുകൾ, അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. അന്ന് നമ്മൾ കണ്ടതിൽ കൂടുതലായിട്ട് അതിപ്പോൾ ഈ അന്ന് നമ്മൾ കാണുമ്പോൾ ഉള്ളതല്ല, അതിൽ പുതിയ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ്, ഓപ്പൺ എയർ തിയേറ്റർ. തപോവൻ്റെ ഒരു ഓപ്പൺ എയർ തിയേറ്ററാണ്. അപ്പോൾ ഇത് ഡെസ്റ്റിനേഷൻ മാരേജ് പറ്റും, കലാപരിപാടികൾ പറ്റും, യോഗങ്ങൾ പറ്റും. ഒരു 1000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സൗകര്യത്തിൽ കസേരയിട്ട് ചെയ്യാം. അതുപോലെ പകൽ നേരങ്ങളിൽ നടത്തുന്ന ഡെസ്റ്റിനേഷൻ മാരേജിൽ ടെൻ്റ് അടിച്ച് വിവാഹമൊക്കെ നടത്താനുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് വിലയൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലേ സാർ? തീർച്ചയായിട്ടും. അപ്പോൾ അതല്ല അതിൻ്റെ പ്രശ്നം. ഇത് ശരിക്കും ആഗ്ര കോട്ടയുടെ ഒരു മിനിയേച്ചർ, ഒരു റെപ്ലിക്കയാണ്. എനിക്കത് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ഈ ആഗ്ര കോട്ടയുടെ റെപ്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഈ 2047 ഒന്നാമതെത്താൻ പോകുന്ന ലോകശക്തിയായ ഭാരതത്തിൻ്റെ അധികാര കേന്ദ്രമാണ് ഡൽഹി കോട്ട. ആ ഡൽഹി കോട്ടയുടെ ഒരു ചെറിയ റിപ്ലിക്കാണ്, നമ്മുടെ സ്ഥലസൗകര്യവും പരിമിതിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മിനിയേച്ചർ സംഗതിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ടുണ്ടെന്നാണ് എല്ലാവരുടെയും ഒരു പക്ഷം. അതെ, സെയിം കളറ്. പിന്നെ എന്താണ്, റെഡ് സാൻഡ് സ്റ്റോൺ ആണ് ഡൽഹി കോട്ടയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ് സാൻഡ് സ്റ്റോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സാൻഡ് സ്റ്റോണിൻ്റെ ഓരോ പോർഷൻ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുക. അതാണ് ഒന്ന്. അതുപോലെ തന്നെ ഇത് ഈ ഡൽഹി കോട്ടയിലെ കാവൽ ഗോപുരമാണിത്. കാവൽ ഗോപുരത്തിന്റെ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഇല്ല. ഇവിടെ ആളുകൾ സെൽഫി എടുക്കാനൊക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ അത് ആകർഷകമായ നിർമ്മിതിയാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ഫോട്ടോഷൂട്ട് അതിനുള്ള സൗകര്യമുണ്ട്. സാറേ, ഇത് ഏത് ചെടിയാണ് സാർ? ഇത് ഒരു മലേഷ്യൻ ക്ലൈംബറാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രതലത്തിലും കാലാവസ്ഥയിലും ഇത് പിടിക്കുകയില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഗംഭീരമായിട്ട് പിടിക്കുന്നുണ്ട്. സാധാരണ ഇത് ഈ ഇരുമ്പ് ഷീറ്റുകളിലൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വാള് മുഴുവനും മറയ്ക്കാനെ കൊണ്ട് ഇത് ഉപയോഗിക്കാം. കൃത്യമായിട്ടും ഇതിന്റെ തണ്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഇതിന്റെ തണ്ടാണ് വെക്കേണ്ടത്. നമ്മൾ അന്ന് വരുമ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. അതില്ലായിരുന്നു. സാറേ, ഈ ഫൗണ്ടൻ പുതുതായിട്ട് ഇപ്പൊ സെറ്റ് ചെയ്തതാണ്. ഇത് എങ്ങനെയാണ് സാറിന്റെ ആശയം? ഇത് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഞാനത് കണ്ടിട്ടില്ല. അതെ, ഞാനും. പക്ഷേ വിദേശത്ത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ഇത്തരം സംഗതികൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എങ്ങനെയാണ് ആ കെറ്റിൽ ആകാശത്ത് ഉയർന്നു നിൽക്കുന്നത്, ഇതിൻ്റെ ഒരു അന്വേഷണ
ആസക്തി കുഞ്ഞുങ്ങൾ വളരും, പടരും. അതെ അതെ. അപ്പോൾ കുട്ടികളുടെ ശാസ്ത്രാന്വേഷണ കൗതുകത്തെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുക, അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് നന്നായിട്ട് കൊച്ചുങ്ങളെ ആകർഷിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോഴേ സാറേ, നമ്മൾ ആ ജാക്ക് ഫോറസ്റ്റ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം റിലാക്സാണ്. തീർച്ചയായും കുട്ടികൾ അത്തരം ഒരു പക്ഷേ അവർക്ക് അത് അത്രത്തോളം അവർക്ക് അതിൻ്റെ അർത്ഥം അറിയാൻ കുറേ കൂടെ സമയമെടുക്കും. അപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. അതെ. ഏക്കർ ഭൂമി ഇവിടെ റബ്ബർ മരങ്ങളായിരുന്നു. ആ റബ്ബർ മരങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ട് നല്ല ഓക്സിജൻ കിട്ടണം, നല്ല ഫലഭൂഷി. അദ്ദേഹം പറഞ്ഞു പ്രകൃതിയോട് ഒത്തുജീവിക്കണം. പ്രകൃതി എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ചേർന്ന് കിടക്കുന്നതാണ്. അത് ഭക്ഷ്യമൃഗാദികളായാലും സസ്യങ്ങളെയെല്ലാം വീടാണ്. എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആഗ്രഹമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ്. അവരുടെ ആഗ്രഹം ദുരാഗ്രഹം വരുമ്പോൾ, ദുരം വരുമ്പോൾ, അത്യാഗ്രഹം വരുമ്പോഴാണ് നമ്മൾ പ്രകൃതി. ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഉപേക്ഷയായ പ്രിയ സഹോദരങ്ങളെ,
ഇന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ ഭൂമിയും മണ്ണും ജലവും ഒക്കെ തന്നെ പൂർണ്ണമായും മലിനമാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ്. അറിഞ്ഞോ അറിയാതെയോ ആർത്തിമൂത്ത് നാം ഇങ്ങനെ മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറി ചിന്തിക്കുന്ന ഒരു ചെറിയ ശതമാനം ആളുകളിൽ ഒരാളായിരുന്നു നമ്മുടെ വെളിയം അഡ്വക്കേറ്റ് രാജീവ് സാർ. സാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 9 വർഷമായി. 9 വർഷത്തേക്കുള്ള ഒരു പ്ലാനല്ല. എനിക്ക് തോന്നുന്നത് ഇത് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് ആളുകൾ ഈ പ്രദേശത്ത് എത്തുന്നു എന്നറിയാം. ഇനി പല രാജ്യങ്ങളിൽ നിന്നും സ്ട്രെസ് നീക്കുന്നതിനും അതുപോലെ ശാന്തി കൈവരിക്കുന്നതിനുമായി ഇവിടേക്ക് ആളുകൾ പാഞ്ഞെത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു ദിവസം വന്നിരുന്നു. സാറിൻ്റെ ഈ തപോവനെ കുറിച്ചൊരു വീഡിയോ എടുത്തിരുന്നു. എൻ്റെ ചാനലിൽ അത് ഇടുകയും കുറേയധികം ആളുകൾ കാണുകയും ഇവിടെ ആളുകൾ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കുറേ കൂടി മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ഈ മാറി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. നമ്മളും ഒന്ന് മാറി ചിന്തിക്കണം. എല്ലാ അവസരങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഈ അവസരങ്ങൾക്കൊത്ത് മാറി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. നമ്മുടെ പരിസരമെങ്കിലും നമ്മൾ മാറ്റി ഇത്തരത്തിലാക്കി തീർക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാറിൻ്റെ ഈ ദീർഘവീക്ഷണം എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു കാര്യമാണ്. ഈ ദീർഘവീക്ഷണം ഇത് 600 പ്ലാവിൻ തൈകൾ എന്ന് പറഞ്ഞാൽ 600 ഓക്സിജൻ ഹബ്ബുകൾ. അവ പുറത്തുവിടുന്ന ഈ ശുദ്ധവായു, പ്രാണവായു എത്രയോ തലമുറകൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനിയും നമുക്ക് ഈ പ്രദേശം, ഈ തപോവൻ, ഈ പ്രദേശം വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയായി തീരും. അങ്ങനെ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന സാറിന് എൻ്റെയും അതുപോലെ സാറിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ സോപാനമായ ഡൽഹി കോട്ടയുടെ രൂപത്തിൽ ഒരു മിനിയേച്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഒരു, നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമുക്ക് കണ്ടുപഠിക്കാനും കേട്ടുപഠിക്കാനും വായിച്ചു പഠിക്കാനും പുസ്തകങ്ങളോ മറ്റു കൃതികളോ ശിഖുകളുണ്ടോ. കിടമ്പി മഹാഭാരതത്തിന് ഉയർന്നതായിരിക്കും. പക്ഷേ കിടമ്പൻ്റെ സഹോദരി കിടമ്പിക്ക് ഭീമനോട് പ്രണയമായിരുന്നു. ആ പ്രണയത്തിൽ ഉണ്ടായ മകനാണ് ഘടോത്കചൻ. റിട്ടയർമെന്റിന് ശേഷം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി നടത്തി അതിൽ വലിയ വിജയദായകം ലഭിക്കുന്നയാളാണ് രമാഭായി ടീച്ചർ പറഞ്ഞു. എല്ലാം പുതിയ ചിന്തകളുള്ള നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്ന ഓരോരുത്തരും അത് തന്നെയാണെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെ നമ്മളത് മനസ്സിലാക്കേണ്ടതും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ടീച്ചർ ഈ യോഗത്തിന്റെ പേരുള്ള നന്ദി അറിയിച്ചു. സാറേ, ഇന്നത്തേക്ക് വിടാം. സാറിൻ്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ ആദരിക്കപ്പെടും ഒരു നാൾ. ഓക്കെ സാർ. താങ്ക് യു. ഓക്കെ. വരും തലമുറയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഹാപ്പിനെസ് വാലി നിങ്ങളെല്ലാവരും തന്നെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.